നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 198 198. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്യേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ഇന്ന് തൃതീയ സ്കന്ധത്തിൽ 2ാമത്തെ അധ്യായം തുടങ്ങണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 2ാം അധ്യായം ശ്ലോകം 1. ശ്രീ ശുക ഉവാച ഇതി ഭാഗവത പൃഷ്ടക്ഷത്രാവാർത്താം പ്രിയാശ്രയം പ്രീതവക്തും ന ചേൽസേ ച ഉത്സാഹേ ഔത്കണ്ഠ്യാൽ സ്മരിതേശ്വരാം. ഇതി ഭാഗവത പൃഷ്ട ക്ഷത്രാവാർത്താം പ്രിയാശ്രയാം പ്രീതവക്തും ന ച ഉത്സേഹ ഔത്കണ്ഠ്യാൽ സ്മരിതേക്ഷണാം. അതായത് ഇതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, ഇപ്രകാരം വിതുരരാൽ പ്രിയനെ ആശ്രയിച്ചിരിക്കുന്ന, അതായത് ശ്രീകൃഷ്ണനെ ആശ്രയിച്ചിരിക്കുന്ന വൃത്താന്തത്തെക്കുറിച്ച് പൃച്ഛിക്കപ്പെട്ട ഭഗവത് ഭക്തൻ സ്മരിക്കപ്പെട്ട ഈശ്വരനോട് കൂടിയവനായിട്ട് വിരഹദുഃഖം നിമിത്തം, അതാണ് അവിടെ ഔത്കണ്ഠ്യാത് എന്നുള്ളത്. പക്ഷേ എനിക്കവിടെ ആ ച ഉത്സാഹ അതാണ് അറിയേണ്ടത്. മറുപടി ന ഉത്സേഹ ന ഉത്സേഹ എന്നാണ്. ന ചോത്സേഹ എന്ന് പറയരുത്. ന ഉത്സേഹ ന ച ഉത്സേഹ എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇവിടെ നിന്ന് കറക്റ്റ് ചെയ്യട്ടെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. ന ച ഉത്സാഹ എന്ന് പറയും. ഒരു മിനിറ്റ്. പൃഷ്ട ഭാഗവത സ്മാരിതേശ്വരാം, സ്മരിക്കപ്പെട്ട ഈശ്വരനോട് കൂടിയവനായിട്ട് ഔത്കണ്ഠ്യാത് വിരഹദുഃഖം നിമിത്തം പ്രതിവക്തും ന ഉത്സേഹേ ആ ച എന്നുള്ളത് ഒരു കൺജങ്ഷൻ, ഇംഗ്ലീഷിൽ കൺജങ്ഷൻ എന്ന് പറയുന്ന കൂട്ടിച്ചേർക്കുന്ന ഒരു വിഭാഗമാണ് സാൻസ്ക്രിറ്റ്, പിന്നെന്താണെന്ന് പറയുക, ഗ്രാമറിൽ. അപ്പോൾ അവിടെ ന ഉത്സേഹ എന്നേ വരുള്ളൂ. ഉത്സേഹേ ന ഉത്സേഹേ ശക്തനായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അതിന് നമ്മൾക്ക് ഭാവാർത്ഥം പറയണം. ശ്രീ ശുകമുനി അരുളി ചെയ്തു. ശ്രീകൃഷ്ണനെ സംബന്ധിച്ചുള്ള ചരിത്രം വിതുരർ ചോദിച്ചപ്പോൾ പ്രിയനായ ആ ഭഗവാനെ ആയതുകൊണ്ട് ഭഗവാന്റെ വിരഹജന്യമായ ദുഃഖം ഒന്ന് പുതിയതായിട്ട് മനസ്സിലുദിച്ചപ്പോൾ ഇടർച്ചയും കണ്ണീരും പുറപ്പെട്ടതിനാൽ ഉത്തരം പറവാൻ സാധിക്കാതെ ഉദ്ധവർ അല്പനേരം മൗനം ദീക്ഷിച്ചു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. വാക്കാർത്ഥത്തിൻ്റെ ട്രാൻസ്ലേഷൻ അല്ല, ഭാവാർത്ഥമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടു? വാക്കാർത്ഥത്തിൻ്റെ പിന്നാലെ പോകരുത്, ഭാവാർത്ഥം മനസ്സിലാക്കണം. ഭാവാർത്ഥം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല. കാരണം നമ്മൾ സംസ്കൃത സ്റ്റുഡൻസ് അല്ല, ശുദ്ധ മലയാളം നമുക്കറിയില്ല. മലയാളത്തിൽ എത്ര അലങ്കാരമുണ്ട്, ഏതെല്ലാം തരത്തിൽ ഉപങ്ങളുണ്ട്, പ്രാസങ്ങളുണ്ട്, നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ വായിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വായിക്കാം, ആരും നിങ്ങളോട് ചോദിക്കില്ല നിങ്ങൾ എന്താ ഇങ്ങനെ വായിച്ചത് എന്നുള്ളത്. പക്ഷേ
കാര്യം മനസ്സിലാക്കേണ്ടത് അവരവരുടെ ധാർമ്മികതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈശ്വരനെ എങ്ങനെ മനസ്സിലാക്കണോ, അതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇനി പിന്നെ രണ്ടാമത്തെ ശ്ലോകം. യ പഞ്ചഹായനോ മാത്ര പ്രാതരാശായ യാചിത തന്നെ ഛദ്രചയന്യസ്യ സപര്യാം ബാലലീലയാം. യ പഞ്ചഹായനോ മാത്ര പ്രാതരാശായ യാചിത തന്നെ ചന്ദ്രചയന്യസ്യ സപര്യാം ബാലലീലയാം. അപ്പോൾ പറയുന്നു, 5 വയസ്സു പ്രായമുള്ള യാതൊരുവൻ മാതാവിനാൽ പ്രാതൽ ഭക്ഷണം ചെയ്യുവാനായി കൊണ്ട് യാചിക്കപ്പെട്ടവനായിട്ട് കുട്ടികളെ കൊണ്ട് യാതൊരുവൻ്റെ പൂജയെ ചെയ്യുന്നവനായിട്ട് അതിനെ, അതായത് ഭോജനത്തിനെ ഇച്ഛിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? ഒരു കുട്ടി വിശന്ന് കരയുമ്പോൾ ആ കുട്ടിക്ക് ആഹാരം കൊടുക്കണം, പൂജ കഴിഞ്ഞിട്ട് കൊടുക്കരുതെന്ന് പറയരുത്. ഇനി ഇവിടെ അതിൻ്റെ ഭാവാർത്ഥം വരും. ഉദ്ധവരുടെ ഭക്തി കൃത്രിമയല്ല, ജന്മസിദ്ധയാണെന്ന് വിവരിക്കുന്നു. 5 വയസ്സ് പ്രായമുള്ള ബാലനായിരുന്ന ഉദ്ധവർ കുട്ടികളിൽ കൃഷ്ണബിംബം വെച്ച് പൂജ ചെയ്തുകൊണ്ടിരുന്നു. പ്രാതകാലത്തെ ആഹാരത്തിനായിട്ട് അമ്മ ആ സമയത്തിൽ വിളിച്ചു. പൂജയിൽ ആസക്തനായ ആ ബാലൻ ഊണിനായി പോയില്ല, അതായത് പ്രാതൽ ഭക്ഷണത്തിന് വേണ്ടി പോയില്ല. ജന്മാന്തര സംസ്കാരം നിമിത്തമുണ്ടായ ആ കൃഷ്ണഭക്തി ശരീരം വളർന്നതിനെ അനുസരിച്ച് പ്രതിദിവസം വർദ്ധിച്ചു വന്നതിനാൽ കൃഷ്ണവിരഹജന്യമായ ദുഃഖം ഉദ്ധവർക്ക് അസഹ്യമായി തന്നെ ഇരുന്നു. നോക്കൂ, അച്ഛനമ്മയും മരിച്ചാൽ നമുക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ശാശ്വത, പിന്നെ എന്താ പറയുക, നശ്വരാണ്, അനശ്വരമല്ല അച്ഛനമ്മയും. ശ്രദ്ധിക്കണം ഞാൻ എന്താ പറഞ്ഞത് എന്നുള്ളത്. പക്ഷെ ഭഗവാൻ തന്നിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ നമുക്ക് മരണം സംഭവിക്കും. അതുകൊണ്ടാണ് ദുഃഖം ഉണ്ടാവുന്നത്. അപ്പോൾ ഭക്തിയുടെ മാർഗം വരുമ്പോൾ ഈശ്വരൻ തന്നെയാണ് മേലെ, അച്ഛനും അമ്മയല്ല. പക്ഷേ അച്ഛനും അമ്മയും ആണ് കൺകണ്ട ദൈവം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും വേണം. ഇനി മൂന്നാമത്തെ ശ്ലോകം. സകഥം സേവയാ തസ്യ കാലേന ജരസം ഗതാ പൃഷ്ടോ വാർത്താം പ്രതിബ്രൂയാത് ഭർത്തു പാദാവനുസ്മരൻ. സകഥം സേവയാ തസ്യ കാലേന ജരസം ഗതാ പൃഷ്ടോ വാർത്താം പ്രതിബ്രൂയാത് ഭർത്തു പാദാവനുസ്മരൻ. എങ്ങനെ അർത്ഥം പറയാം? അവൻ്റെ സേവ കൊണ്ട് ജരയെ പ്രാപിച്ചിരിക്കുന്ന അവൻ ചോദിക്കപ്പെട്ടവനും സ്വാമിയുടെ പാദങ്ങളെ ഓർക്കുന്നവനുമായിട്ട് എങ്ങനെ മറുപടി പറയും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈശ്വരനിൽ അലിഞ്ഞിരിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും ഭാര്യയോ ഭർത്താവോ വിളിച്ചാൽ കേൾക്കില്ല. നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. ശ്രദ്ധവാൻ ലഭത്തെ കാര്യം. ഈശ്വരനെ ധ്യാനം ചെയ്യുമ്പോൾ ഈശ്വരനിൽ മുഴുകിയിരിക്കണം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ ആ ഭഗവാന്റെ സേവയോടുകൂടെ വാർദ്ധക്യാവസ്ഥയിലെത്തിയിരിക്കുന്ന ഉദ്ധവർ വിതുരരുടെ ചോദ്യം നിമിത്തം ഭഗവത് പാദകമലങ്ങളെ ഓർത്തുപ്പോഴുണ്ടായ ദുഃഖം നിമിത്തം മറുപടി പറവാൻ അശക്തനായതിൽ ആശ്ചര്യമില്ല. ഭഗവാൻ ഇഹലോകം വിട്ടുപോയി എന്നുള്ളതിൽ ദുഃഖിതരായിരിക്കുന്ന ഉദ്ധവർക്ക് വിതുരരുടെ ചോദ്യം കേട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ? അഹങ്കാരം കൊണ്ടല്ല, ഓർമ്മപ്പശ കൊണ്ടുമല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാലാമത്തെ ശ്ലോകം. സമുഹൂർത്തം അഭൂത് തൂഷ്ണീം കൃഷ്ണാംഘ്രിസുധയാ വൃശം തീവ്രേണ ഭക്തിയോഗേന നിമഗ്ന സാധു നിർവൃതാം. സമുഹൂർത്തം അഭൂത് തൂഷ്ണീം കൃഷ്ണാംഘ്രിസുധയാ വൃശം തീവ്രേണ ഭക്തിയോഗേന നിമഗ്ന സാധു നിർവൃതാം. അവൻ കൃഷ്ണപാദസ്മരണം നിമിത്തമുണ്ടായ പരമാനന്ദ രൂപാമൃതത്താൽ, പരമാനന്ദ രൂപം വേണ്ട വിധം ആനന്ദം അനുഭവിച്ചവനും തീവ്രേണ ഉള്ളിൽ തട്ടിയ ശ്രീകൃഷ്ണ പ്രേമരൂപ ഭക്തിയോഗത്തിൽ മുഴുകിയവനുമായിട്ട്
അല്പനേരം മൗനം പൂണ്ടു. അല്പനേരം മൗനം പൂണ്ടു. പിന്നെ പറയണു, ശ്രീകൃഷ്ണപാദധ്യാനം നിമിത്തം നിശ്ചലമായ മനസ്സിൽ അനുഭവരൂപേണ വിളങ്ങിയ ആനന്ദാമൃത പ്രവാഹത്താൽ ഉത്കടപ്രേമരൂപമായ ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ഉത്കടമായിട്ടുള്ള പ്രേമം ഇല്ല. ആരാദ്യം പോവെന്ന് പറയാൻ വയ്യ. അത് നീഡ് ബേസാണ്. അല്ലാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? ഈശ്വരൻ്റെ നീഡ് ബേസ് അല്ല, അത്യന്താപേക്ഷിതമാണ്. കൂടുതൽ അതിലേക്ക് ഞാൻ പോണില്ല. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് ഭക്തിയോഗത്തെ അവലംബിച്ചു അതിൽ നിമഗ്നനും നിർവൃതനുമായ ഉദ്ധവർ കുറേ നേരം മൗനമായിട്ടിരുന്നു എന്ന് പറഞ്ഞു. 5-ാമത്തെ ശ്ലോകം. പുളകോദ്ഭിന്ന സർവാംഗോ മുഞ്ചന്മീലദൃശാശുജാ പൂർണാർത്ഥോ ലക്ഷിതസ്തേന സ്നേഹപ്രസര സംപ്ലുത. സ്നേഹപ്രസര സംപ്ലുത അതിനൊക്കെ എടുത്ത പറ്റാത്ത അർത്ഥങ്ങളാണ് വ്യാപ്തി. പുളകോദ്ഭിന്ന സർവാംഗോ മുഞ്ചമീലദൃശാശുജാ പൂർണാർത്ഥോ ലക്ഷിതസ്തേന സ്നേഹപ്രസര സംപ്ലുത. അപ്പോൾ പറഞ്ഞു, പുളകത്താൽ ഉദ്ഭേദിക്കപ്പെട്ട സർവ അവയവങ്ങളോടും അടച്ചിരിക്കുന്ന നേത്രത്തിൽ കൂടെ, കണ്ണടച്ചിട്ടാണ് ഇരിക്കുന്നത് ധ്യാനത്തിലെ, കണ്ണീരുകളെ മോചിപ്പിക്കുന്നവനും. കണ്ണീരുകളെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആനന്ദ കണ്ണീർ ഒഴുക്കുകയാണ്. അത് നിമിത്തം സ്നേഹപ്രസരം പ്ലുത, സ്നേഹത്തിൻ്റെ ഒഴുക്കിൽ കൂടെ ഒഴുകുന്നവനും പൂർണ്ണമായ അർത്ഥത്തോടു കൂടിയവനുമായിട്ട് കാണപ്പെട്ടു. എന്താ അവിടെ അർത്ഥം എന്ന് പറഞ്ഞാൽ കാശ് എന്നല്ല, ധർമാർത്ഥ കാമമോക്ഷ, മോക്ഷം എന്നുള്ള അർത്ഥം. മോക്ഷം എന്നുള്ള അർത്ഥമാണ്. ഇതിൻ്റെ അർത്ഥം അറിയാണ്ട് പോയിട്ട് എന്താ കാര്യം? അതായത് ഒരു അർത്ഥം പൂർണ്ണമാവുന്നത് മോക്ഷത്തിലാണ്. അത് മനസ്സിലാക്കിയാൽ മതി. എന്നിട്ട് പിന്നെ അവിടെ നിൽക്കണില്ല, കുറച്ചുകൂടി പറയണ്ടേ. ആ സമാധി നിലയിൽ ഉദ്ധവരുടെ അവയവങ്ങളിൽ മുഴുവനും രോമാഞ്ചമുണ്ടായി. നിമീലനം ചെയ്തിരുന്ന നേത്രങ്ങളിൽ കൂടെ ബാഷ്പധാര ഒഴുകി. ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള പരമപ്രേമ പ്രസരത്തിൽ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള പരമപ്രേമ പ്രസരത്തിൽ അകപ്പെട്ടിട്ട് അതിൽ നിന്ന് കയറുവാൻ കഴിയാത്ത വിധത്തിൽ ബാഹ്യഭാവങ്ങളെ മറന്നു. ആന്തരിക ഭാവങ്ങളെ മറക്കരുത്. അച്ഛനോടും അമ്മയോടും ഉള്ള ബന്ധം, മകളുടെ വിവാഹം കഴിഞ്ഞ് ഭർത്താവ് വരുമ്പോൾ, അല്ലെങ്കിൽ മകൻ്റെ പിന്നെ വിവാഹം കഴിഞ്ഞ് ഭാര്യ വരുമ്പോൾ, മരുമകൾ വരുമ്പോൾ അകത്തുള്ളത് സൂക്ഷിക്കരുത്, പുറത്തുള്ളത് സൂക്ഷിച്ചാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കി അറിയില്ല. എനിക്ക് എൻ്റെ അച്ഛനോടും അമ്മയോടുമുള്ള തീവ്ര ബന്ധം ഞാൻ അകത്ത് സൂക്ഷിച്ചും കൊണ്ട് ഞാൻ ഭാര്യയോട് സംസാരിക്കാൻ പാടുള്ളൂ. അതേമാതിരി ഒരു പെൺകുട്ടി അച്ഛനും അമ്മയോടും ഉള്ള സ്നേഹം, ബഹുമാനം, ആദരവ് ഉള്ളിൽ കളങ്കമില്ലാതെ കണ്ട് ഭർത്താവിനോട് പിടിച്ചു നിൽക്കാൻ സാധിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും, എനിക്ക് എൻ്റേതായ അഭിപ്രായം ഉണ്ട്. ഭാഗവതം അതാ പറഞ്ഞത്. പ്രശ്നമില്ലേ? അപ്പോൾ പറഞ്ഞു, പിന്നെ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള പരമപ്രേമ പ്രസരത്തിൽ അകപ്പെട്ടിട്ട് അതിൽ നിന്നും കയറുവാൻ കഴിയാത്ത വിധത്തിൽ ബാഹ്യഭാവങ്ങളെ മറന്നു. അത് മറക്കാം, മനസ്സിലുള്ളത് മറക്കാൻ പാടില്ല. ഇപ്രകാരമായിരിക്കുന്ന ഉദ്ധവരെ കണ്ടപ്പോൾ വിതുരർ, അഹോ, മഹാനായ ഇദ്ദേഹത്തിൻ്റെ ജന്മം സഫലമായി എന്ന് വിചാരിച്ചു. ഇനി 6-ാമത്തെ ശ്ലോകം. ശനകൈർ ഭഗവൻ ലോകാൻ നൃലോകം പുനരാഗത വിമൃജ്യ നേത്രേ വിതുരം പ്രത്യാഹ ഉദ്ധവ ഉസ്മയൻ.
പ്രത്യാഹ ഉദ്ധവ പ്രത്യാഹ ഉദ്ധവ ഉത്സ്മയൻ ശനകൈർഭഗവാൻ ലോകാൻ നൃലോകം പുനരാഗതാ വിമൃജ നേത്രേ വിദുരം പ്രത്യാഹ ഉദ്ധവ ഉത്സ്മയൻ. ഭഗവാന്റെ ലോകത്തിൽ നിന്ന് മെല്ലെ മെല്ലെ മനുഷ്യലോകത്തെ പിന്നെയും ആഗതനായ ഉദ്ധവൻ. ഉള്ളിലുള്ള ലോകം ഈശ്വരനായിട്ടുള്ളതാണ്. അതാണ് അച്ഛനമ്മയോടും സൂക്ഷിക്കണം എന്ന് പറയാൻ കാരണം. പിന്നെ മെല്ലെ മെല്ലെ ബാഹ്യലോകത്തേക്ക് നമ്മൾ വരിക ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ പ്രശ്നമുണ്ടോ? അച്ഛനും അമ്മേനെയും ബാഹ്യമായിട്ട് കണക്കാക്കരുത്. കാരണം അവർക്ക് പിന്നെ സമയമില്ല. ഭാര്യയ്ക്കും ഭർത്താവിനും സമയമുണ്ട്. ഞാൻ പറഞ്ഞ പ്രശ്നമുണ്ടോ? അഗ്നിസാക്ഷിയായിട്ട് പുരുഷൻ സ്ത്രീയെ വേൾക്കുമ്പോഴും അല്ലെങ്കിൽ സ്ത്രീ പുരുഷനെ വേൾക്കുമ്പോഴും അവരുടെ അച്ഛനമ്മമാരോടുള്ള ആന്തരിക ബന്ധം മുറിച്ചിട്ട് അവരത് ചെയ്യുന്നത്. അതാണ് ഈ ലവ് മാരേജിൽ പറ്റുന്നത്. എന്താ, അച്ഛനും അമ്മയും ധിക്കരിച്ചും കൊണ്ട് സ്വയം നമ്മൾ ലൈഫ് പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് പരാജയം സംഭവിക്കും. ഇല്ലയെന്ന് പറയാൻ സമ്മതിക്കില്ല. അങ്ങനെയാണ്, ഇല്ലയെന്ന് പറയാൻ സമ്മതിക്കില്ല. അവിടെയാണ് നമ്മുടെ ശുഷ്കാന്തി, അച്ഛനോടും അമ്മയോടുള്ള അടുപ്പം, അല്ലെങ്കിൽ ഈശ്വരനോടുള്ള അടുപ്പം. അതാണ് ജാതി മാറി കല്യാണം കഴിച്ചാൽ അത് ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ അത്രയും അവരവരുടെ കാര്യത്തിൽ അവരവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കണം. നിനക്ക് എൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. എവിടെ? പള്ളി പോകേണ്ടവർക്ക് പള്ളി പോകാം, അമ്പലത്തിൽ പോകേണ്ടവർക്ക് അമ്പലത്തിൽ പോകാം. ഞാൻ പറയുന്നത് വളരെ ഡൗൺ ടു എർത്ത് ഫാക്റ്റാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, ഭഗവാന്റെ ലോകത്തിൽ നിന്ന് മെല്ലെ മെല്ലെ മനുഷ്യലോകത്തെ പിന്നെയും ആഗതനായ ഉദ്ധവർ 2 കണ്ണുകളെയും തുടച്ചിട്ട് അല്പമായ മന്ദഹാസം ചെയ്തിട്ട് ഉത്സ്മയൻ മറുപടി പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെ? ഭഗവാനെ ധ്യാനിച്ചിരുന്നപ്പോൾ പരമാത്മാവിനോടുകൂടെ ഏകീഭൂതനായിരുന്ന ഉദ്ധവരുടെ ആ സമാധി നില ക്രമത്തിൽ അഴിഞ്ഞ് ശരീരഭാവനയുണ്ടായപ്പോൾ കണ്ണുകളെ തുറന്നു. നിറഞ്ഞിരുന്ന ബാഷ്പകലകളെ തുടച്ചു കളഞ്ഞു. അപ്പോൾ അനുഭവമായിരുന്ന ആ സമാധി സുഖം ആലോചിച്ച് മന്ദഹാസം ചെയ്തു. പിന്നെ വിതുരരോട് മറുപടി പറവാൻ തുടങ്ങി. വളരെ പ്ലെയിൻ ടോക്കാണ്. ഇനി ഉദ്ധവാച 7ാമത്തെ ശ്ലോകം. കൃഷ്ണദ്യുമണി നിർമ്ലോജേ ഗീർണേഷ്വജകരേണഃ കിന്നു നകുശലം ബ്രൂയാം ഗതശ്രേഷു ഗൃഹേഷ്വഹം. കൃഷ്ണദ്യുമണി നിമ്ലോജേ ഗീർണേഷ്വജകരേണഃ കിന്നു നകുശലം ബ്രൂയാം ഗതശ്രേഷു ഗൃഹേഷ്വഹം. കൃഷ്ണനാകുന്ന സൂര്യൻ അസ്തമിച്ച സമയത്തിൽ കൃഷ്ണനാകുന്ന സൂര്യൻ അസ്തമിച്ച സമയത്തിൽ കാലനാകുന്ന മഹാസർപ്പത്താൽ വിഴുങ്ങപ്പെട്ടതും സമൃദ്ധികൾ നശിച്ചുമിരിക്കുന്ന നമ്മളുടെ ഗൃഹങ്ങളിൽ എന്തൊരു സൗഖ്യത്തെ ഞാൻ പറയട്ടെ. അപ്പോൾ ആന്തരികമായി ഈശ്വരനെ ധ്യാനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ, അത് കാശ് കൊടുത്താൽ കിട്ടില്ല. ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തമ്പുരാൻ എൻ്റെ ഉൾക്കമലത്തിലാണ്, അതാണ് എൻ്റെ ഉറ്റ ചങ്ങാതി എന്ന് ഞാൻ എപ്പോൾ വിചാരിക്കാൻ തുടങ്ങണം? 6, 8, 10, 12 വയസ്സിൽ. കാരണം എന്താ? എന്നെയും കൊണ്ട് അദ്ദേഹം പോവുള്ളൂ. അദ്ദേഹം എൻ്റെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ഞാൻ പിണായി. എനിക്ക് പിന്നെ ആരുണ്ടായിട്ടും കാര്യമില്ല. നേരെ മറിച്ച് ഈശ്വരീയതയ്ക്ക് പകരം ഞാൻ ലൗകികാവസ്ഥയിൽ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ എന്നുള്ള മാതിൽ ഇരുന്നു വിചാരിക്കുക. ഈ പറയുന്ന ഐദർ സ്പൗസ് പിണമായി പോയാൽ ഞാൻ തൂങ്ങിച്ചാവേണ്ടി വരും. ഞാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ ലൈഫ് നിൽക്കും. ഒന്നുമില്ലെങ്കിൽ മദ്യത്തിന്, അല്ലെങ്കിൽ പിന്നെ വിരക്തി, നല്ല വിരക്തി അല്ല,
കൂട്ടത്തിൽ ചേരാതെ കണ്ടൊക്കെ ആൾക്കാർ റിട്ടാലിയേറ്റ് ചെയ്യാൻ തുടങ്ങും. നമുക്കതല്ല ആവശ്യം. ഇനി അതെ, അത് എന്തൊരു സൗഖ്യത്തെ ചോദിച്ചുല്ലോ, അതാണ് പറഞ്ഞത്. ഉദ്ധവർ പറഞ്ഞു, ശ്രീകൃഷ്ണനാകുന്ന സൂര്യൻ അസ്തമിച്ചപ്പോൾ കാലസ്വരൂപനായ പെരുമ്പാമ്പിൻ്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന ഗൃഹങ്ങളിൽ വസിക്കുന്ന ബന്ധുജനങ്ങൾക്ക് ഇനി എന്തൊരൈശ്വര്യമാണ് അവശേഷിപ്പിച്ചിട്ടുള്ളത്? ഇല്ല. നമ്മൾ കാലമാകുന്ന സർപ്പത്തിൻ്റെ വായയിൽ വിഴുങ്ങി പോയാൽ എന്ത് സ്വന്തക്കാർ? ആരും വരില്ല നമ്മളെ സഹായത്തിന്. അപ്പോൾ ഭഗവാൻ ഉള്ളിലിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ധർമാർത്ഥ കാമം മോക്ഷം പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിക്കണതിൻ്റെ മുമ്പ് മരിച്ചാലും നമ്മൾക്കത് പ്രശ്നമായിട്ട് വരില്ല. ഈ ഒരു ടിക്ലിഷ് ഇഷ്യൂവിനെ എങ്ങനെ വ്യക്തികൾ ഉൾക്കൊള്ളുന്നു, അതിനനുസരിച്ചിരിക്കും വ്യക്തികളുടെ വിജയം. മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു, ശ്രീയല്ലാത്ത അവർക്ക് എന്തൊരു സുഖമാണുള്ളത്. ശ്രീ ഇല്ലാത്ത ആരാ ശ്രീ? പറയും. നമ്മുടെ ഐശ്വര്യം എന്താ? പൈസയാണോ? അല്ല. കുടുംബമാണോ? അല്ല. നമ്മൾ അനുവർത്തിച്ച് വരുന്ന ധർമ്മമാണ് നമ്മുടെ ശ്രീ. നമ്മൾ ഓരോരുത്തരും അനുവർത്തിച്ച് വരുന്ന ധർമ്മം, സദ്ധർമ്മം ആണ് നമ്മുടെ ശ്രീ. ഇതാണ് ഗുരുമുഖത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു, എന്ത് കുശലത്തെയാണ് ഞാൻ ഭഗവാനോട് പറയേണ്ടത്? ഭഗവാൻ പോയി, ഇനി എന്തു കുശലമുള്ളത് നമുക്ക്? ഇതാണ് വ്യവഹാരം. ഇനി 8ാമത്തെ ശ്ലോകം പറയണു, ദുർഭഗോ ബദലോകോയം യദവോ നിതരാം അഭി യേ സംവസന്തോ ന വിദുർഹരിം മീനായവോഢുപം. ദുർഭഗോ ബദലോകോയം യദവോ നിതരാം അഭി അയേ സംവസന്തോ ന വിദുർഹരിം മീനായവോഢുപം. അപ്പോൾ പറഞ്ഞു, ഈ ലോകം ഭാഗ്യഹീനമായി അതികഷ്ടം. എന്താ കാരണം? ഭഗവാൻ സ്വർലോകം ഭാഗവതം പഠിക്കാൻ തുടങ്ങിയില്ല എന്നർത്ഥം. ഭഗവാൻ വൈകുണ്ഠ സ്വധാമപ്രാപ്തി പോയി പറഞ്ഞാൽ ഭഗവാൻ തൻ്റെ വാഗ്മയി സ്വരൂപത്തെ ഭാഗവതത്തിലാക്കി പോയിട്ടുണ്ട് എന്നുള്ളത് അറിയണവരെ ഭാഗവതം പഠന വിഷയമാക്കി വിജയിക്കുന്നവരെ നമ്മൾ പപ്പ ബ്ലാ 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 ന്യൂ ജനറേഷൻ ബ്ലാ 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 അങ്ങനെ വരുന്നത്. അപ്പം ഭാഗവതം പഠിച്ചിരിക്കണം. ഭഗവാൻ സ്വർലോകപ്രാപ്തി പോകിയാലും കഥയിൽ ഭാഗവതത്തിൽ ഭഗവാന്റെ വാഗ്മയി രൂപമാണ്. നമ്മൾക്ക് മോക്ഷം തരാൻ ഭാഗവതത്തിന് സാധിക്കും എന്ന് മനസ്സിലാക്കിയാൽ കാലഹരണപ്പെട്ടു പോകുന്നതിൻ്റെ മുമ്പ് അച്ഛനമ്മ മരിച്ചാലും ശരി, ഐദർ സ്പൗസ് മരിച്ചാലും ശരി, കുട്ടികൾ മരിച്ചാലും ശരി, നമ്മൾ ആശ്രയാവില്ല. ഇതിനേക്കാൾ കൂടുതൽ പറയാനില്ല അതിന്. അപ്പോൾ പറഞ്ഞു, അപ്പോൾ എന്താ പറഞ്ഞത്? ഈ ലോകം ഭാഗ്യഹീനമായി അതികഷ്ടം. ഏറ്റവും യദുക്കൾ യാതൊരുത്തർ ഒരുമിച്ച് വസിക്കുന്നവരായിട്ടും മത്സ്യങ്ങൾ ചന്ദ്രനെ എന്ന പോലെ കൃഷ്ണനെ അറിഞ്ഞില്ല. മത്സ്യങ്ങൾ എങ്ങനെ ചന്ദ്രനെ അറിയാം? കരയിലുള്ള നമ്മൾക്ക് ചന്ദ്രനെ കാണാം, വെള്ളത്തിലുള്ള മത്സ്യങ്ങൾക്ക് ചന്ദ്രനായിട്ട് മൈ ഗോഡ്, മത്സ്യങ്ങൾ ചന്ദ്രനെ എന്ന പോലെ കൃഷ്ണനെ അറിഞ്ഞില്ല. അതായത് കൃഷ്ണൻ തൻ്റെ സതീർത്ഥ്യനാണ്, ഞങ്ങളുടെയൊക്കെ സതീർത്ഥ്യനായിരുന്നു എന്നല്ലാണ്ട് വസുദേവർക്ക് അടക്കം ബുദ്ധിമുട്ടുണ്ടായി. എന്താ? ഋഷീശ്വരന്മാരോട് ചോദിക്കുന്നുണ്ട് അല്ലേ? അതാണ് പ്രശ്നം. അപ്പോൾ ഇനി എൻ്റെ ഭാവാർത്ഥം പറയണോ, ഈ ലോകവാസികളായ ജനങ്ങൾക്ക് ഭാഗ്യമില്ലെന്ന് വന്നു. അതിലും വിശേഷിച്ച്
ഭാഗ്യഹീനരായവർ യദുകുലത്തിൽ ജനിച്ചവർ തന്നെ. കാരണം എന്താ? ഭഗവാൻ കാലഹരണപ്പെട്ടു. എന്തുകൊണ്ടെന്നാൽ ആ യാദവന്മാർ കൃഷ്ണനോടൊരുമിച്ച് വസിച്ചിട്ടും കൂടെ, ആ യാദവന്മാർ കൃഷ്ണനോടൊരുമിച്ച് വസിച്ചിട്ടും കൂടെ പാൽക്കടലിൽ മത്സ്യങ്ങൾ അവരോടൊരുമിച്ച് വസിച്ച ചന്ദ്രനെ, അതാണ് പാൽക്കടലിൽ ചന്ദ്രൻ പുറത്തു വന്നു മഥനം ചെയ്യുന്നു. ഇപ്പോൾ അതുവരെ ചന്ദ്രൻ ഉണ്ടായിരുന്നില്ല, അങ്ങനെയാണല്ലോ പറയുക അല്ലേ? അപ്പോൾ അമൃതനിധാനമായവൻ എന്നറിയാതെ, അമൃതത്തിന് നിധാനമായിട്ടുള്ളത് ചന്ദ്രനാണ്. അപ്പോൾ അമൃതം വരണവൻ്റെ ഒപ്പം ചന്ദ്രനും വന്നിട്ടുണ്ട്. അതാണ് പിന്നെ എന്താ പറയുക, ശിവൻ ചന്ദ്രചൂടൻ എന്നുള്ള പേരിൽ അറിയാൻ തുടങ്ങി. അമൃതനിധാനമായവൻ എന്നറിയാതെ തങ്ങളെപ്പോലെ ഒരു ജലജന്തുവെന്ന് ധരിച്ചതുപോലെ കൃഷ്ണനെയും യാദവന്മാരിൽ ഒരുവനെന്നേ ധരിച്ചിരുന്നുള്ളൂ. എന്തൊരു ഭാഗ്യദോഷം എന്നാണ് പറഞ്ഞത്. ഇനി 9, ഇംഗിതജ്ഞാ പുരുപ്രൗഢ ഏകാരാമാശ്ച സാത്വതാ സ്വാത്വതാം ഋഷഭം സർവേ ഭൂതവാസം. അമംസത ഭൂതാവാസം അമംസത ഇംഗിതജ്ഞാ പുരു പ്രൗഢ ഏകാരാമശ്ച സാത്വതാം ഏകാരാം. അവിടെ വല്ലതും ഉണ്ടോ നോട്ടെ കേട്ടോ. ഏകാരാമ ഏകാരാമാശ്ച ഏകാരാമാം ഇംഗിതജ്ഞാ പുരപ്രൗഢ ഏകരാമാച്ച, അത്രയേ ഉള്ളൂ. ഏകരാമാച്ച അച്ഛ എന്നുള്ളതിൻ്റെ പ്രശ്നം വരുന്നില്ല. ഏകരാമാം ഏകരാമാംശ്ച ഏകരാമാച്ച. അങ്ങനെ നിർത്തിയിട്ട് വേണം പറയാൻ അർത്ഥം. ഏകരാമാച്ച സാത്വതാം ഋഷഭം. അതാണ് അവിടെ സാത്വതാം ഋഷഭം എന്ന് പറയരുത്. സാത്വതാം ഋഷഭം സർവേ ഭൂതവാസം അമംസത. ഇനി വാക്കാർത്ഥം പറഞ്ഞിട്ട് ഭാവാർത്ഥം പറഞ്ഞ് നിർത്താം. കേട്ടോ. പരാഭിപ്രായം അറിയുന്നവർ, ഇംഗിതജ്ഞ, പരാഭിപ്രായം, ഭഗവാന്റെ അഭിപ്രായം അറിയുന്നവർ എന്നർത്ഥം. അത് പരാഭിപ്രായം. ഏറ്റവും പ്രൗഢതയുള്ളവർ, ഏകത്തിൽ എപ്പോഴും രമിക്കുന്നവർ എന്ന് പറഞ്ഞാൽ എന്താ? ഏകത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആത്മാവിൽ രമിക്കുന്നവർ എന്നർത്ഥം. ആത്മാവിൽ രമിക്കുന്നവൻ. ഭക്തന്മാർ എല്ലാവരും ഭക്തന്മാരുടെ സ്വാമിയെ, ജഗദീശ്വരനെ, ഭൂതങ്ങളുടെ വാസനഭൂതൻ എന്ന്, അതിൻ്റെ അർത്ഥം അതാണ്. ഭൂതാവാസം, ഭൂതങ്ങളിലാണ് ഈശ്വരൻ വസിക്കുന്നത്. പ്രമോഷയോ? ഭൂതാവാസം, വാസസ്ഥാനഭൂതൻ എന്ന് വിചാരിച്ചു. വിവരമുള്ളവരെ അതർത്ഥം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണോ? പരാഭിപ്രായത്തെ അറിയുന്നവരും, അതായത് ഈശ്വരൻ്റെ അഭിപ്രായം അറിയുന്നവരെന്നർത്ഥം. കാര്യകാരണങ്ങളുടെ ഉള്ളിൽ കടന്ന് പരിശോധിച്ചറിവാൻ പോന്നവരും, കാര്യഗൗരവങ്ങളുടെ ഉള്ളിൽ കടന്ന് പരിശോധിച്ചറിവാൻ പോന്നവരും, ഏകമായ പരമതത്വത്തിൽ മാത്രം രമിക്കുന്നവരുമായിരിക്കുന്ന, ഇതാണ് മധ്യമത്തിലും അധമത്തിലും ഈശ്വരനെ ഉപാസിക്കരുത് എന്ന് പറയുന്നത്. ഉത്തമത്തിൽ ഈശ്വരനെ ഉപാസിക്കാം. പിന്നെ എങ്ങനെ കോഴിക്കാല് കഴിക്കണ്ടേ പട്ടാമ്പി ചോദിക്കരുത്, അത് വേണ്ട. കഴിച്ചാലേ ജീവിതം സമ്പന്ന ആവുള്ളൂ എന്നുള്ളവരോട് എനിക്കൊന്നും പറയാനില്ല. പക്ഷേ അത് കഴിച്ചില്ലെങ്കിലും ഏകാരാമത്വം പരമാത്മാവിൽ രമിക്കാൻ സാധിച്ചാൽ മതി.
അപ്പോൾ ഏകമായ പരമതത്വത്തിൽ മാത്രം രമിക്കുന്നവരുമായിരിക്കുന്ന ഭക്തന്മാരെല്ലാവരും ഭക്തന്മാരുടെ പാലകനായി, അപ്പം മറ്റുള്ളവരെ പാലിക്കണില്ല. ഭഗവാനാൽ പരിപാലിക്കുന്നവർക്ക് ഭാഗവതം കയ്യിൽ കിട്ടുള്ളൂ, മാത്രമല്ല വൈകുണ്ഠത്തിൽ എത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മോക്ഷം കിട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ പാലകനായിരുന്ന ആ ശ്രീകൃഷ്ണമൂർത്തിയെ സർവഭൂതങ്ങളുടെ ലയസ്ഥാനമായിരിക്കുന്ന പരബ്രഹ്മമെന്ന് തന്നെ വിചാരിച്ചിരിക്കുന്നു. ഈ ഒരു ശ്ലോകം അർത്ഥം വന്നാൽ പിന്നുള്ളതൊക്കെ വളരെ എളുപ്പമാണ്. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതോടുകൂടി ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. നമസ്കാരം.